സംസാരിക്കാൻ താല്പര്യമില്ല, ഉണ്ടാക്കി നമ്മുടെ വായിലോട്ടിട്ട് കമത്തിക്കുന്ന ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ ഓവറാക്കല്ലേ. പറഞ്ഞിട്ടുണ്ട് ഇടപെടാൻ വരരുത് എന്നെ കാര്യത്തിൽ. ഇതെന്താ രാവിലെ ലൈറ്റ് സൗണ്ട് നമ്മൾ അങ്ങോട്ട് ഉടക്കിയ? ഏയ് ഇതെന്നും പതിവുള്ളതല്ലേ, ഞങ്ങള് പ്രദേശം. അവള് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളൂ, ഒന്നും ഇടപെടാൻ നിൽക്കണ്ടേ. എന്റെ പാട്ടിന് വിട്ടേക്ക്. നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിൽ പിണങ്ങിയാലോ? വേണ്ട, താനൊന്നും പറയണ്ട. തന്റെ കൂടെ ഇനി പണിക്കൂല. അവള് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളൂ, ഒന്നും ഇടപെടാൻ നിൽക്കണ്ടേ. എന്റെ പാട്ടിന് വിട്ടേക്ക്. എനിക്ക് ഫുഡ് കഴിക്കണം, അത്രേ ഉള്ളൂ. കഴിച്ചോളും. ആരെങ്കിലും വരുമ്പോ എന്റെ കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട. ഞാൻ പറയും ഫുഡ് കഴിച്ചില്ലെങ്കിൽ. എനിക്കിപ്പോ തന്നെ ശരിക്കും മനസ്സിലായി, നമ്മൾ തമ്മിൽ സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടാ. നമ്മൾ തമ്മിൽ ശരിയാവില്ല. നമുക്ക് പിരിയാം. അതാ നല്ലത്. പിരിയാം. പറയണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പ്ലീസ്, ഫുഡിന്റെ കാര്യം മാത്രം ഞാൻ ബേബി. കഴിക്കും. എങ്ങനെ സഹിക്കണു ഈ മുതലിനെ? ഇപ്പൊ കഴിക്കൂല. ഇനി ആരെങ്കിലും വരുമ്പോ അവള് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളൂ എന്ന് ഇതാക്കുന്ന പറയാൻ നിൽക്കരുത്. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. പറഞ്ഞോ, പറയേണ്ട നേരം പറഞ്ഞില്ലല്ലോ. പക്ഷെ പറഞ്ഞു കേറുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കണ്ണു കാണിക്കണം, എന്നാലും എനിക്ക് ഒപ്പത്തിന് എത്താക്കൂ. ഞാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, അതിൽ കയറിയിട്ട് ഇടങ്കോലിടാൻ വരരുത്. ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടും. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. നമ്മുടെ റിലേഷൻഷിപ്പ് ആണ് സത്യം. ഞാൻ കഴിക്കൂല. ഞാൻ എന്റെ ഫ്രണ്ട് ഒന്നും അല്ല, സോ എനിക്ക് പറയേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ഒറ്റമൂല് പറഞ്ഞു തരട്ടെ. എന്താ? എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക.